ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റീൽസ് ടു റീലാണ്. റീൽസ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ തുടക്കവും റീൽ എന്ന് പറയുന്നത് നിങ്ങൾ എത്തിച്ചേർന്ന സിനിമയുമാണ്. അപ്പോൾ സിനിമ എല്ലാ കാലത്തും ആളുകൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ തന്നിട്ടുള്ള പ്രചോദിപ്പിച്ചിട്ടുള്ളൊരു മീഡിയയാണ്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ അതിൽ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ റീൽ എന്ന് പറയുന്നത് ഞാൻ സിനിമയിലേക്കുള്ളൊരു എൻട്രി മാത്രമായി ഉപയോഗിച്ച ഒന്നാണ്. സാഫ് ബോയ് ഒരു പോയിൻ്റ് ഇൻഫ്ലുവൻസ് ആയിരുന്നു, പക്ഷേ എപ്പോഴെങ്കിലും സിനിമ ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിമായി പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ നിങ്ങളായി തന്നെ ഡിഫൈൻ ചെയ്തു നിങ്ങൾ കരുതുന്ന ഒരു റീലിനെ പറ്റി സംസാരിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങാനാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തുടങ്ങുന്നു. നിങ്ങൾ ഡിഫൈൻ ചെയ്ത റീലായി നിങ്ങൾ മനസ്സിലാക്കുന്ന ഏത് റീലാണ്? ഹലോ, നമസ്കാരം. ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാമിന് നമ്മളെ ക്ഷണിച്ച മാതൃഭൂമിക്ക് വലിയൊരു നന്ദിയുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എന്താ പറയുക ഒഫീഷ്യൽ പ്രോഗ്രാമിന് നമ്മൾ പോണത്. സാധാരണ സിനിമേൻ്റെ പ്രൊമോഷനായിട്ടും അല്ലാതെയും കോളേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ എന്താ പറയുക ഒരു ഓളം ക്രിയേറ്റ് ചെയ്യണ കുറച്ച് പരിപാടികളിലൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ. അവിടെ നമുക്ക് എങ്ങനെ വേണം സംസാരിക്കാം. ഇവിടെ ഇങ്ങനെ ഈ ഒരു സഞ്ചിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഭയങ്കര ഓക്വേർഡ്. കാരണം അദ്രിയുടെ കാര്യം അറിയില്ല, അദ്രി കുറച്ചുകൂടെ മലയാള സാഹിത്യമൊക്കെ കുറച്ച് ഫോളോ ചെയ്യുന്ന ആളാന്ന് തോന്നുന്നുണ്ട്. നമ്മളങ്ങനെയല്ല, നമ്മൾ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് വന്നപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു സഞ്ചിയും ഒരു ഇതൊക്കെ തന്നപ്പോൾ ആകെ പാനിക്കായി. ഞങ്ങളത് കോടയൊക്കെ തന്നു. കോടയൊന്നും ലൈഫിൽ യൂസ് ചെയ്തിട്ടില്ല മഴയില്ലാത്ത സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഓക്വേർഡായിട്ട് അങ്ങോട്ട് കയറി വന്നത്. പക്ഷേ കുഴപ്പമില്ല, എല്ലാവരെയും കണ്ട് ഒരു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങളെ മുന്നിലിരുത്തിയിട്ടാണ് രാജുവേട്ടൻ മച്ചാനെ എയറിലാക്കിയത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീൽസാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്തത്. അതിന് മുന്നേ ഞങ്ങൾ പല ഫീൽഡിൽ, ഞാനും ഇത് സ്വന്തം അനിയനാണ്, പലർക്കും അറിയില്ല. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ച് എത്തിപ്പെട്ടൊരു സ്ഥലമല്ല ഇത്. ഞാൻ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളായിരുന്നു, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇവൻ സ്കൂളിൽ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇവൻ്റെ +2 കഴിഞ്ഞപ്പോൾ പഠനം നിർത്തി, ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റും കാര്യങ്ങളും നിർത്തി. അങ്ങനെയാണ് ഞങ്ങൾ റീൽസ് എന്ന് പറഞ്ഞ് തുടങ്ങണം. അപ്പോൾ റീൽസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഞങ്ങൾ സിനിമയോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക ഭയങ്കര ഇതുപോലത്തെ ഒരു മാതൃഭൂമിയുടെ പ്രോഗ്രാമിന് വരണം, ഭയങ്കര വലിയ സ്റ്റേജിലൊക്കെ കയറി ഇരിക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല. ഞങ്ങൾ കോവിഡ് സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ടൈം പാസ്സാവണം, നമ്മൾ അത്രയും കാലം ഫോളോ ചെയ്ത് വന്ന ക്രിക്കറ്റ് എന്ന് പറഞ്ഞ പാഷൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, പ്രാക്ടീസ് ഇല്ല, ഒന്നുമില്ല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആക്റ്റീവായിട്ടിരിക്കണം. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കരുത്, അയ്യോ ഒന്നും ചെയ്യാണ്ട് പോയല്ലോ, കോവിഡ് ടൈം എല്ലാവരെയും പോലെ നമ്മളും എന്താ പറയുക വെറുതെ സമയം കളഞ്ഞല്ലോ എന്നുള്ളൊരു ഫീല് വരരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രം തുടങ്ങിയൊരു പരിപാടിയായിരുന്നു റീൽസ്. അല്ലെങ്കിൽ ആ സമയത്ത് ടിക്ടോക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ സംഭവം ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, അതിൽ എന്താ പറയുക ഒക്കെ ഒരു ആയി തീർന്നതാണ്, നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്രി പറഞ്ഞ് റീൽസ് എന്ന് പറഞ്ഞ സിനിമയിലേക്കുള്ള അദ്രീൻ്റെ ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് അദ്രി കണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരിക്കലും സിനിമ എന്ന് പറഞ്ഞൊരു ഫീൽഡ് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കൈ എത്ര ദൂരത്താന്ന് പോലും നമുക്ക് പ്ലാൻ ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. നമ്മൾ വെറുതെ സിനിമ കാണും, ഒരുപാട് സിനിമ കാണും. ഇപ്പോൾ നമ്മൾ ഉമ്മയൊക്കെ ദൂരെ നോക്കിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ചർച്ചയായിരിക്കും, ഭയങ്കര എന്തോ സീരിയസ് ആയിട്ട് വിഷയത്തെക്കുറിച്ച് ചർച്ച. അപ്പോൾ ഉമ്മ വന്നിട്ട് എന്താ ഭയങ്കര സീരിയസ് ആയ വിഷയം എന്ന് നോക്കുമ്പോൾ സിനിമ കഥയായിരിക്കും ഞങ്ങൾ പറയണേ. അപ്പോൾ ഉമ്മ വന്നിട്ട് ഇതാക്കി പോകും. പിന്നെ ലോകത്ത് ഇവിടെ വേറൊരു വിഷയമില്ല, സിനിമ കഥയാണ് നിങ്ങൾ ഭയങ്കര കാര്യമായിട്ട് ചർച്ച ചെയ്യണം. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ നമ്മൾ സിനിമകൾ ഭയങ്കരമായിട്ട് കാണും, ഇഷ്ടപ്പെടുന്നല്ലാതെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില റീൽസുകൾ കുറേ ഡയറക്ടേഴ്സ് കാണുകയും അതേപോലെ നമ്മളെ സിനിമയിൽ ട്രൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ശ്രമം അവർ നടത്തി നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 2-3 സിനിമയൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഒരിക്കലും സിനിമ പ്ലാൻ ചെയ്ത് ഞങ്ങളിവിടെ എത്തിയതല്ല, നമ്മൾ സംഭവം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് സിനിമയിലെത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ റീൽസ് ഒന്നും ചെയ്യണില്ല. ഇപ്പോഴും എന്താ പറയുക ഈ ഇൻഫ്ലുവൻസർ, വീഡിയോ ക്രിയേറ്റർ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു നമ്മൾ അതിൽ നിന്ന് വിടുകയും ചെയ്ത് സിനിമയിൽ എത്തിയോ എന്നും അറിയില്ല, അങ്ങനത്തെ ഒരു ഇടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പോൾ പഴയ പോലെ റീൽസ് ചെയ്തുകൂടെ, പക്ഷേ സിനിമ ഫോക്കസ് ചെയ്യണോ റീൽസ് തന്നെ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് കറക്റ്റ് അറിയില്ല നമ്മളിപ്പോൾ എന്താണെന്നുള്ളത്. സിനിമയിൽ എത്തിയോ എന്ന് പറഞ്ഞുകൂടാ, അതേപോലെ റീൽസ് തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് അറിയില്ല. അതെനിക്കറിയില്ല, ഞാൻ ഒരുപാട് ഐറ്റംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനാണെങ്കിലും അനിയനാണെങ്കിലും ഞാൻ കുറച്ച് ലിംഗ്വിസ്റ്റിക് താല്പര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ സ്ലാങ്ങുകളും ആക്സെൻറ്റ്സൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളൊരു സാധനം പണ്ട് ചെയ്തായിരുന്നു, ലിംഗ്വിസ്റ്റിക്. ഇങ്ങനൊരു വേളയിലായോണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല.
അതെ. അപ്പോൾ അങ്ങനെ കുറേ എന്തൊക്കെയോ ചെയ്തിത് ഏതാ നോട്ട് ചെയ്ത് എനിക്കറിയില്ല. ഞാൻ മാത്രം പറഞ്ഞത് മുഷിന് തോന്നണം. അനിയന് എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാ? അല്ല, ഞാൻ പറയാൻ വിചാരിച്ച പല പോയിന്റ് തന്നെ പറഞ്ഞു. നന്ദി. പറയാനുള്ളത് ഇതാണ്, ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഈ കോളേജ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും യാഹൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങൾ ഞങ്ങൾ റീൽസിൻ്റെ പരിപാടി തുടങ്ങിയതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വീഡിയോ ക്രിയേഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ കസിൻസും എല്ലാവരൊക്കെ ആയിട്ട്. പക്ഷെ അന്ന് അത് അങ്ങനെ ഒരു നമ്മുടെ ഒരു സമയം പോക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടി മാത്രമായിരുന്നു. അന്ന് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കോവിഡ് ടൈമിൽ എല്ലാവരും പല വഴിക്കായപ്പോഴാണ് ഈ റീൽസും പരിപാടികളൊക്കെ തുടങ്ങിയത്. അതിപ്പോൾ തുടങ്ങിയപ്പോൾ ഇത്ര വലിയ ഇതുപോലത്തെ വ്യൂസോ കാര്യങ്ങളൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല തുടങ്ങിയത്. പക്ഷേ തുടങ്ങി ഇത്രയും വലിയൊരു സപ്പോർട്ട് എല്ലാവരും തന്നതിൽ നന്ദി. ഞാൻ പറഞ്ഞില്ലേ, കുറേ പോയിന്റ് പറയണതുണ്ടായിരുന്നു, പകുതി മുക്കാലും എന്ന് തന്നെ പറഞ്ഞു. താങ്ക് യു. അഖില ക്യൂലൊക്കെ അഭിമുഖം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിരിയുടെ കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കോൺഫിഡൻറ്റ്. അപ്പോൾ അതിരിയിലേക്ക് ഞാൻ വരാം. ഈ റീൽ ഉണ്ടാക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയിൽ, അതായത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ടും ക്യാമറ വാങ്ങിക്കാനും എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാനും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആളാണ് അഖിലും. പിന്നെ ഭർത്താവ് എന്ന് വിളിക്കപ്പെടുന്ന പി. അതായത് രാഹുൽ എന്ന ഭർത്താവിനെ അഖില തന്നെ ഓമനപ്പേരിട്ട് വിളിക്കുന്നത് പി എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിയും നിങ്ങളും കൂടി ഉണ്ടാക്കിയ റീലുകൾ അതിന് ഇത്ര ക്വാളിറ്റി കൊടുക്കണം എന്ന് തോന്നിയത് അതേത് പോയിന്റ് മുതലാണ്? എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഇവിടെ മാതൃഭൂമിൻ്റെ ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരും അഭിനേതാക്കൾ, സംവിധായകർ, എഴുത്തുകാർ, മ്യൂസീഷ്യൻസ് ഒക്കെ വന്ന് സംസാരിച്ചിട്ടുള്ള ഒരു വേദിയിൽ എനിക്കും ഇന്ന് ഇവിടെ വന്ന് നിങ്ങളുമായിട്ട് സമയം പങ്കിടാൻ സാധിച്ചു എന്നറിയുന്നതിൽ ഞാൻ വളരെ ഭാഗ്യവതിയായിട്ട് കാണുന്നു. ഇനി ഞാൻ സത്യം പറഞ്ഞാൽ റീൽസ് ചെയ്ത് തുടങ്ങുന്നത് ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ വരുന്നതിന് മുന്നെയാണ്. ലൈക്ക് ആ ഒരു സമയത്ത് മ്യൂസിക്കലി ഡബ് സ്മാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അതിൽ ആര്യ ബഡായിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. പുള്ളിക്കാരിയുടെ മാനറിസംസ്, പുള്ളിക്കാരിയുടെ ഡയലോഗ് ഡെലിവറി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുമ്മാ ഒരു ദിവസം വീട്ടിലിരുന്നപ്പോൾ പുള്ളിക്കാരിയുടെ ചില ഡയലോഗ്സ് എടുത്ത് അതിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് ഒരു റീൽ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഇതിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടാണ്. അത് വൈറലായി. അങ്ങനെ ബഡായി ബംഗ്ലാവിൽ നിന്ന് അതിൻ്റെ സംവിധായക ഡയാന മാം കണ്ടു. അങ്ങനെ എനിക്ക് ബഡായി ബംഗ്ലാവിലോട്ടൊരു ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ പോയി അവരെ കണ്ടു. അങ്ങനെ അതാണ് എൻ്റെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സിനിമകളിൽ നിന്ന് പല അവസരങ്ങളും വന്നായിരുന്നു. പക്ഷേ ഞാൻ ഡിഗ്രി പഠിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പഠിത്തം ആദ്യം നോക്കാം. പിന്നെ സിനിമയിലോട്ട് എത്തുക എന്നുള്ളത് എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമൊന്നുമല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ലായിരുന്നു. അഭിനയം ഇഷ്ടമാണ്, അതുകൊണ്ട് സിനിമ വേണേൽ നമുക്ക് പിന്നീട് നോക്കാം എന്നുള്ളൊരു ഒരു ചിന്തയിൽ ഞാൻ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ PG കഴിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. മൈക്രോബയോളജിസ്റ്റാണ് ഞാൻ, പ്രൊഫഷണലി വർക്ക് ചെയ്യായിരുന്നു. അത് കഴിയുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാനും പിയും കൂടെ റീൽസ്, രാഹുൽ PP എന്നാട്ടോ പേര്, ഇനീഷ്യലാണ് PP, അതാണ് ഞാൻ PP എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനും പിയും കൂടെ റീൽസ് ചെയ്യാൻ തുടങ്ങി. അത് ആദ്യം ചെയ്തത് വെറുതെ ഒരു ടൈം പാസിന് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നീട് ചില റീൽസൊക്കെ ഒരുപാട് വ്യൂസൊക്കെ പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കമൻസും അതിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളൊക്കെ ഭയങ്കര, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം ഒരു മൊബൈൽ സ്ക്രീനിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് തോന്നി കുറച്ചും കൂടി നല്ല നല്ല കണ്ടൻസ് എല്ലാവരിലോട്ട് എത്തിക്കാം, നല്ല ക്ലാരിറ്റി ഉള്ള കണ്ടൻസ് എത്തിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ക്യാമറ മേടിച്ചു, ഞങ്ങൾ ലൈറ്റ് മേടിച്ചു. അങ്ങനെ ഒരു റീലിൽ നിന്ന് മറ്റൊരു റീലിലോട്ട് പോകും തോറും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചു. കൂടെ തന്നെ ഞങ്ങളുടെ അഭിനയം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയം ഇഷ്ടമാണ്. അപ്പം ഒരു റീലിൽ നിന്ന് മറ്റൊന്നിലോട്ട് പോകുമ്പോൾ അഭിനയത്തിന് എന്തൊക്കെ മാറ്റം വരുത്താം, അഭിനയത്തിന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. ഇത് ആ സമയത്ത് ഒരുപാട് കളിയാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് രണ്ടുപേരോട് ചോദിച്ചിട്ട് നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് തന്നെയാണോ പണി എന്നൊക്കെ ചോദിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അതൊരു സന്തോഷം തരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി അതിന് സപ്പോർട്ടായിരുന്നു.
ആ സന്തോഷത്തിന്, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ റീലുകൾ ചെയ്തിട്ടുണ്ടിരുന്നത്. ആ ഒരു റീല് ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പോലും. അടുത്തായിട്ട് ഒരു പ്രസിദ്ധമായ സിനിമയിൽ ശ്രീ വടിവേലു ഒക്കെ പറഞ്ഞ പോലെ എന്ത് പണിയാലും പ്ലാൻ പണി പണ്ണണം എന്നൊക്കെ പറയുന്ന പോലെ റീൽസിന് ഏറ്റവും പ്ലാൻ ചെയ്ത് സിനിമയ്ക്ക് വേണ്ടി ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് വിജയിച്ച ഒരാളാണ് കറുത്ത കണ്ണടയിട്ട് ഇവിടെ ഇരിക്കുന്നത്, കറുത്ത ഷർട്ടും. ആ പ്ലാനുകളൊക്കെ വിജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്ലാനും ഫെയിലായില്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. അപ്പൻ്റെ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ലൈക്ക് അവർ വാലിഡേറ്റ് ചെയ്ത് തരുന്നൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബാക്കി ചില ചാനലുകളിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ നേരത്ത് ഇങ്ങനെ വിളിച്ച് പറയണമെന്ന് വിചാരിക്കും. പിന്നെ ആ ചാനൽ എന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം എനിക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് ഞാനതിന് പോരാറില്ല. ഇപ്പോൾ മാതൃഭൂമിയുടെ ഒരു പരിപാടിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ആദ്യമായി കിട്ടുന്നൊരു സ്റ്റേജാണ്. ഇവിടെ വന്നിരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്തെന്ന് ചോദിച്ചേ? അതായത് ഇപ്പോഴും അതെന്താണെന്നറിയോ, നമ്മൾ സാധാരണ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ഇതുവരെയുള്ള സ്റ്റേജിലുള്ള വെച്ചിട്ട് ഓഡിയൻസ് ലോ ആയിട്ടിരുന്ന അതെന്തോ പ്രശ്നമാണ്, അവരിങ്ങനെ ഇതാവുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നമാണല്ലോ. ഇതിപ്പോൾ നമ്മൾ ഇത് നമ്മളെക്കാളും വലിയ ആളുകളാണല്ലോ, അവരങ്ങനെയാണല്ലോ ഇരിക്കേണ്ടതെന്നുള്ളൊരു പ്രഷർ എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഇരുന്നിട്ട് കിട്ടുന്നു. ദാറ്റ്സ് വൈ പ്രഷർ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഈ എ റഹ്മാൻ പോലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. മറ്റേ സ്നേഹിതനെ പറയട്ടെ തീർക്കട്ടെ, നിങ്ങള് ഇതാക്കല്ലേ. ഈ സ്നേഹിതനെ എന്നുള്ള പാട്ട് എങ്ങനെയാ ഈ ഫുഡ് മതിയായി മാറിയ? എന്നെ കണ്ടറിഞ്ഞൂടെ അതെങ്ങനെയാണ്? പാട് ഒരിക്കലും ഇല്ല. ഞാൻ ഉറപ്പിച്ച, ഞാൻ ആലോചിച്ച് വരുന്ന വഴിക്ക് മിക്കവാറും ഇവനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലിരുന്ന് പാടാൻ പാകത്തിനുള്ളൊരു പാട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിവിടെ വന്നിരുന്നിട്ട് പാടാൻ കേരളക്കാരെ മൊത്തം ഏറ്റെടുത്തിട്ടുള്ള ഒരു. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് കടന്നു വരുന്നു. അതായത് പാട്ട് പാടിക്കുക എന്നുള്ളതാണ് ഭയങ്കര പ്ലാൻ പണി വന്നു എന്ന് പറഞ്ഞ ആ ഒരു സാധനം. അപ്പോൾ ശരിയാണ്, സിനിമയിലേക്ക് വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ്, ഞാനൊരു ഷെഫായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് 2-3 കൊല്ലം റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യുന്നു. അതായത് വീട്ടുകാർ പുച്ഛിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല, നമ്മൾ റിസ്ക് എടുത്ത് കോണ്ടന്റുകൾ ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമില്ല എന്നുള്ളത് എൻ്റെ സൈഡ് മാത്രം. അവർക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കരുതുന്നു അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. റിസ്ക് എടുത്ത് നമ്മൾ 2 കൊല്ലം തന്നെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് റീൽസ് വരുന്നത്. അപ്പോൾ റീൽസ് വന്നിട്ട് നമ്മൾ 30 സെക്കൻഡിനുള്ളിൽ, ആദ്യത്തെ റീൽസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 സെക്കൻഡാണ്. പിന്നീടാണത് 2.5 മിനിറ്റിലേക്ക് പോവാണ്. 2.5 മിനിറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ 1.5 മിനിറ്റാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത റീലിൽ. അപ്പോൾ 30 സെക്കൻഡിനുള്ളിൽ ആളുകളെ ചിരിപ്പിക്കുക, 30 സെക്കൻഡിനുള്ളിൽ നമ്മൾ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഭയങ്കര നമ്മൾ രാജമൗലി ലെവൽ പ്ലാനൊക്കെ ചെയ്ത് നമ്മൾ 30 സെക്കൻഡ് റീലൊക്കെ ചെയ്തു. അതായത് 6ാമത്തെ സെക്കൻഡിൽ ആദ്യത്തെ കോമഡി, 12ാമത്തെ സെക്കൻഡിലാകുമ്പോൾ ഹുക്ക് പോയിന്റ്, അത് 28ാമത്തെ സെക്കൻഡിൽ ഏറ്റവും വലിയ കോമഡിക്ക് ആൾക്കാരെ പിടിച്ചിരുത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ നമ്മൾ ചെയ്തൊരു പീരീഡൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ആ ചെയ്തതിന് അതിൻ്റെതായ റിസൾട്ടും ആ ടൈമിൽ സീരിയസ്ലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വൈറൽ കോണ്ടന്റ് ഇൻസ്റ്റാ റീലിൽ പോകുന്നത് 2020-ലാണ്. ഒരു 5 കൊല്ലം. പക്ഷേ ആ 5 കൊല്ലം മുന്നേയുള്ള എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നില്ല. അത് ലൈക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടായിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ലൈക്ക് ഞാൻ അന്നുണ്ടാക്കിയ ഒരു കോണ്ടന്റ് അന്ന് ഭയങ്കര ഹിറ്റാണ്. അന്നൊന്നും അതിന് ഹെയ്റ്റ് കമൻറ്റുകളില്ല, ആർക്കും ഡിസ്ലൈക്കില്ല, ഒന്നുമില്ല. പക്ഷെ അത് ഇന്നെടുത്ത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പേടിയാണ് എന്ന് പറയുന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ആൾക്കാർക്ക് ചിലപ്പോൾ ക്രിറ്റിസിസം എന്നുള്ളതല്ല, ആളുകൾക്ക് എന്താ വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആളുകൾക്കും എനിക്കും ഒരു ധാരണയില്ല എന്നൊരു തോന്നൽ. ഐ എം വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു ഫേസിലാണ് ആളുകളുടെ കാര്യം. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, സിനിമയിൽ വന്നതിന് ശേഷം നമ്മൾ ഈ സിനിമ നമ്മൾ അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്കൊരു സെൽഫ് മെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾ സിനിമ തല്ലുമാല എന്ന് പറയുന്ന സിനിമയിലേക്ക് തന്നെ ഇങ്ങോട്ടേക്ക് എൻ്റെ റീലുകൾ കണ്ടിട്ട് വിളിച്ചാണ്. അപ്പോൾ അതും നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആദ്യത്തെ സിനിമ റിലീസിന് ശേഷം നമുക്കുണ്ടാകുന്നൊരു പ്രഷറുണ്ട്. ഞാൻ സാഫ് ബോയോടൊക്കെ, നമ്മൾ സാഫ് ബോയിനെ ആദ്യം കാണുമ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ആദ്യത്തെ സിനിമ കഴിയുമ്പോൾ ഈ അഭിപ്രായം പറയുന്നവരുടെ എണ്ണം കൂടുക എന്ന് പറയുന്നൊരു സാധനം പറയും. ബ്രോ സിനിമയിൽ ഒരു രക്ഷയില്ല, അതായത് ചിലരുടെ റിയാക്ഷൻ കണ്ടാൽ അറിയാം, റിയാക്ഷൻ ഉള്ളത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ അവരിങ്ങനെ ബ്രോ ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി, പക്ഷെ ഇനി മൂലം ബ്രോ റീല് ചെയ്യണ്ട കേട്ടോ
എന്നൊരു സാധനം വരും. റീലൊക്കെ ഇനി പതുക്കെ ബ്രോ ഒന്ന് ഷൗട്ട് ഇട്ടോ, ആണോ എന്നാൽ പിന്നെ അതൊന്ന് പരിഗണിച്ചേക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ബ്രോ റീൽ വിടരുത്, അവിടെയാണ് ബ്രോയുടെ ബേസിക് ഓഡിയൻസ് കിടക്കുന്നത് എന്ന് പറയുന്നൊരു സാധനം വന്നിട്ട് ആക്ച്വലി നമ്മൾ തന്നെ ഇതിൽ ഭയങ്കര ബയസ്ഡ് ആവും. ഈ ബയസ്ഡ് ആയി കഴിഞ്ഞ് ഞാനൊരു ക്ലാരിറ്റിയിലേക്ക് എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് 2024 പകുതിയോടുകൂടിയാണ്. നമുക്ക് തോന്നുന്നത് എന്താണോ അതങ്ങ് ചെയ്യുക. അതായത് നമ്മൾ ഈ ഒരുപാട് ചിന്തിക്കാൻ നിൽക്കരുത്. പക്ഷേ ഒരു മെയിൻ പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ 2020 ഞാൻ ഈ 6-ാം സെക്കൻഡ് 12-ാം സെക്കൻഡ് 20 അവിടെയൊക്കെ ഞാൻ ഈ ആക്ച്വലി പ്രഷർ എടുത്തുകൊണ്ടിരുന്നത് എന്തൊഴിവാക്കണം എന്നുള്ളതിനായിരുന്നു. ലൈക്ക് എന്താ ഈ വാക്ക് പറയണ്ട, ഈ വാക്ക് ഇത് ചിലപ്പോൾ വേറൊരു രീതിയിൽ ആളുകൾ എടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും അത് വേണ്ട, ചിലപ്പോൾ നല്ല ചിരി കിട്ടും, പക്ഷെ നമുക്ക് വേറൊരു സാധനം അവിടെ ഇടാം. പക്ഷെ ഐറോണിക്കലി അന്ന് നമ്മൾ എന്ത് കട്ട് ഓഫ് ചെയ്തോ അതാണ് ഇന്ന് വൈറൽ. ഗോട്ട് മൈ പോയിന്റ്. അതായത് അന്ന് നമ്മൾ എന്ത് കട്ട് ഓഫ് ചെയ്ത് വിട്ടോ അതാണ് ഇന്ന് വൈറൽ. സോ ഐ ഡോണ്ട് നോ വാട്ട് ഐ ഹാവ് ടു ഡു നൗ. ഞാൻ 2020 റീല് ചെയ്യുമ്പോൾ ക്രിഞ്ച് എന്ന് പറയുന്നൊരു വേർഡില്ല. ക്രിഞ്ച് എന്ന് പറയുന്നൊരു വേർഡില്ല. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ ഞാൻ ക്രിഞ്ച് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയ എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് 3-4 years ago ആണ്. അപ്പോൾ നമ്മൾ ക്രിഞ്ച് എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്ന് പറയുന്നതിൻ്റെ സാധനം നമ്മുടെ നോർമലൈസ്ഡ് ഫീലിങ്സ് ഉണ്ടല്ലോ. നമ്മൾ ഇച്ചിരി പൈങ്കിളിയാവുക, അത് നിരുപദ്രവകരമായി പൈങ്കിളിയാവുക, നമ്മൾ സല്ലപിക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് കൊഞ്ചുക എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് സാധനങ്ങളെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞ് യു കം ടു ദ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് വരിക, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക. അതിലെനിക്ക് തോന്നുന്നത് ഹൃദയം വന്നപ്പോൾ ക്രിഞ്ച് അങ്ങോട്ട് ക്രിഞ്ച് വേർഡ് തന്നെ ഭയങ്കര പേടി. ക്രിഞ്ച് എന്ന് പറയുന്ന എനിക്കെന്നല്ല മൊത്തത്തിൽ എല്ലാവർക്കും ഭയങ്കര പേടി. അതായത് നമ്മളെന്തെങ്കിലും കട്ടെടുത്തു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കള്ളാന്ന് വിളിച്ചാൽ ക്രിഞ്ച് എന്ന് വിളിക്കരുത് എന്നുള്ള പോലത്തെ ഒരു സാധനം. ക്രിഞ്ചിന് എന്തോ ഒരു വലിയ പ്രശ്നമുള്ള പോലെ. അത് സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ ആം ഐ ടോക്കിംഗ് ടു മച്ച് ഇല്ലല്ലോ ഇല്ല. അപ്പോൾ നമ്മൾ ഈ പ്രൈമറി കൺസ്യൂം ചെയ്യുന്നത് ആരാണെന്ന് പറയുന്നൊരു ചോദ്യത്തിന് ഉത്തരവും എനിക്ക് ആക്ച്വലി അറിയില്ല. നമ്മളുടെ പ്രൈമറി ഓഡിയൻസ് ആരാ, നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്. നല്ല കുറെ വേർഡ്സ് ഇവനെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. എപ്പിട്ടോമി, കേറ്ററിംഗ്, ഇവനിങ്ങനെയൊന്നും അല്ല പണ്ട്. അത് വേറെ വിഷയം. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഇവന്റെ പോയ ഒഴിവിലാണ് ഞാൻ അദ്രി പോയ ഒഴിവിലാണ് ഞാൻ ആ സ്ഥാപനത്തിൽ. എന്നിട്ട് അവൻ അവിടെ ഇരുന്ന് എന്നെ ചോദ്യം ചെയ്യുന്നു. എന്താ ഐറണി. അപ്പോൾ യെസ്, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയ ഇല്ലാത്തൊരു രീതിയിലാണ്. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം പോസ്റ്റ് ചെയ്ത തന്ത വൈബ് എന്ന് പറയുന്ന പാട്ട്, തന്ത വൈബ് എന്ന് പറയുന്ന പാട്ട് ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ എഴുതിയിട്ട് യൂട്യൂബിൽ കിട്ടിയൊരു ബീറ്റിന് ഞാനത് ഒരു ട്യൂൺ ചെയ്ത് പാടി. 0 എഫേർട്ട്. ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന പാട്ടുകളിൽ 0 എഫേർട്ട്. ഞാൻ മൊബൈൽ വെച്ചിട്ട് ഞാൻ ചാരി നിന്ന് ഒരു കട്ടൻ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്നു, മുകളിൽ ലിറിക്സ് പോകുന്നു. ബട്ട് എൻ്റെ റീസെൻറ്റ് വൈറൽ മോസ്റ്റ് വൈറലായത് അതാണ്. ഇറ്റ് വെൻ മോസ്റ്റ് വൈറൽ. അപ്പം ഞാൻ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ക്രിഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ ക്രിഞ്ച് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ 0 എഫേർട്ടിലും ഈ ട്രാക്ക് ആളുകൾക്ക് വർക്കാവുന്നു. ഓക്കെ, അപ്പോൾ വാട്ട് ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ഈസ് വെൻ യു നമ്മളോട് ഭയങ്കരമായിട്ട് ചേർന്ന് നിന്നിട്ട് നമ്മുടെ ഒറിജിനൽ സെൽഫ് എന്താണോ അതിൽ നിന്നിട്ടൊരു സാധനം കൂടെ ഉണ്ടാക്കുക, നമ്മളത് ചെയ്യുക. അത് റെസ്റ്റ് ദ തിങ് വിൽ ഡൂ എന്നുള്ളതാണ്. ഈ എനിക്ക് റീല് ചെയ്തിട്ട് സിനിമയിലേക്ക് പോകുമ്പോൾ ഒരു സ്പേസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐ എക്സ്പ്രസ്ഡ് എ ലോട്ട് വെൻ ഐ വാസ് ഡൂയിങ് റീൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യായിരുന്നു അല്ലേ. നമുക്ക് തോന്നിയ പോലെ നമ്മുടെ ഫേഷ്യൽ നമുക്ക് പറയുന്ന പോലെ ഇംപ്രവൈസ് ചെയ്യുക. നമ്മൾ ചെയ്തൊരു സാധനം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ഉണ്ടാകുന്നൊരു മതിപ്പുണ്ട്. വേറെ ആരും വേണം, വേറെ ആരും ബോധിപ്പിക്കാനല്ല, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു മതിപ്പുണ്ട്. ഓ ഐ കെയിം ടു ദിസ് തോട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ കൈൻഡ് ഓഫ് വാലിഡേഷൻസ് കുറഞ്ഞു എന്ന് പറയുന്നൊരു സാധനമുണ്ട് സിനിമയിൽ. ഓഫ് കോഴ്സ് സിനിമയിൽ അത് കുറയും, കാരണം സിനിമ ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. നമ്മളത് ചെയ്ത് ഒരു തിയേറ്ററിൽ അത് ഇറങ്ങി ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. പക്ഷേ തന്ത വൈബ് എന്ന് പറയുന്ന പാട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നിങ്ങളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഐ എം നോട്ട് ഈവൻ വറീഡ് അബൌട്ട് ദ റിസൾട്ട്. ആ പോയിന്റിൽ ഇപ്പം ഞാൻ ഭയങ്കര എന്ത് ചെയ്യാം ഇനി റീൽ, ഈ പറയുന്ന പോലെ 2.5 മിനിറ്റ് ആക്കപ്പെട്ട റീലിൽ ഇതുവരെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്ത എല്ലാവരിലേക്കും എത്താൻ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ ദ വേ അഖില ഭയങ്കര രസമുണ്ടായിരുന്നു സൂക്ഷ്മദർശിയിലെ പെർഫോമൻസ്. ഗുഡ് നൈസ്, താങ്ക് യു. ഇത് പറയാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല, സംസാരിച്ചിട്ടില്ല. സീരിയസ്ലി ഇങ്ങനത്തെ വേദികൾ ഉപയോഗിക്കുന്നത് നല്ലതല്ലേ. നമുക്ക് അങ്ങനെ എല്ലാവരും ചോദ്യം ചെയ്യാൻ കിട്ടാറില്ല.
Yeah, that's it. ഈ റീല് ചെയ്യുമ്പോൾ ഒരു കാര്യം, നമ്മുടെ സോണിലാണ്, നമ്മളൊരു മൊബൈൽ ക്യാമറയ്ക്ക് മുമ്പിലാണ് അധികവും അഭിനയിക്കുക. അതിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മൂവി ക്യാമറയിലേക്കാണ്. അവിടെ നമ്മുടെ ലൈറ്റ് ക്യാച്ച് ചെയ്യണം, ആളുകളുടെ ഡിറക്ഷൻസിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ക്യാരക്ടറിൽ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്താണോ ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അത് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു മെറ്റീരിയൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. മൊബൈലിൽ നിന്ന് മാറിയിട്ട് ഒരു മൂവി ക്യാമറയിലേക്ക് അഭിനയിച്ചെത്തുമ്പോൾ പ്രത്യേകിച്ച് കൈകൾ എങ്ങനെ പ്ലേസ് ചെയ്യും, ജസ്റ്റിക്കുലേഷൻസ്, ഇതിനൊക്കെ എങ്ങനെയാണ് റീലിൽ നിന്ന് ക്യാമറയിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ആദ്യത്തെ കാര്യം സിനിമേൻ്റെ എങ്ങനെയാണ് ഒരു ഷൂട്ടിംഗ് നടക്കണേ, അല്ലെങ്കിൽ എത്ര സമയം എടുക്കും, ഒരു ഐഡിയ ഇല്ലാതാണ് ഞങ്ങൾ ഫസ്റ്റ് മൂവി ടിക്കി ടാക്കൊക്കെ പോകണം. ടിക്കി ടാക്ക രോഹിത് ചേട്ടനാണ്, രോഹിത് VS-ൻ്റെ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മൂവി. ടിക്കി ടാക്ക ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണം, നമ്മളതിനെ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്തത് ഈവനിങ് നമ്മൾ ഇറക്കും. ടിക്കി ടാക്കൊക്കെ പോയപ്പോഴാണ് ഒരു സിനിമ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു ഷോട്ടിന് തന്നെ അത്രയും ലൈറ്റിങ്ങിൻ്റെ സമയം വേണം, കുറേ സമയം വേണം. അതായത് ഒരു ദിവസം എനിക്ക് തോന്നുന്ന എത്ര സെക്കൻഡ്സേ ഷൂട്ട് ചെയ്യണുള്ളൂ രോഹിത് ചേട്ടൻ. അപ്പം എൻ്റെ കിളി പോയി. കാരണം നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യണ്, ഉച്ചയ്ക്ക് എഡിറ്റ് ചെയ്യണം, ഈവനിങ് പോസ്റ്റ് ചെയ്യണ്, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ കമൻസ്, അതിൻ്റെ റിസൾട്ട്, ആ വീഡിയോ കഴിഞ്ഞു. അത്രയും ക്വിക്കായിട്ട് കാര്യങ്ങൾ നടന്ന നമുക്ക് ഒരു സിനിമയുടെ ഒരു 10 സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ ഒരു ദിവസം വേണമെന്ന് പറയണത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ആളുകളും ക്യാമറേൻ്റെ പുറകിൽ ഇത്ര ആൾക്കാർ, അതൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സിനിമയുടെ സമയം നമുക്ക് അങ്ങോട്ട് വർക്കായില്ല. കുറേ സമയം എടുക്കണ്ടല്ലോ ഇത് നമ്മൾ, കാരണം നമുക്ക് അങ്ങനെയല്ല പരിചയം. പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് വന്ന് അപ്പോൾ അത് കിട്ടണില്ല, നമുക്കത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ടിക്കി ടാക്ക് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അനുവിനോട് പറയും, ഇത് നമ്മൾ വിചാരിച്ച പരിപാടിയല്ലല്ലോ. അതിന് മുന്നേ ടിക്കി ടാക്കൊക്കെ വരുന്ന മുന്നേ വരെ ഡയറക്ടറായ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടെ ആ ഒരു ആഗ്രഹമേ ഞാൻ വിട്ടു. കാരണം എനിക്ക് നടക്കില്ല അത്തരം പണി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ക്ഷമ വേണം, നമ്മൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റിനെ കുറിച്ച് നമുക്ക് അത്രയും ഐഡിയ വേണം, അത് അത്രയും പെർഫെക്ഷനായിട്ട് അവതരിപ്പിക്കണം. അപ്പോൾ അന്നത്തോടെയാണ് എനിക്ക് റീലും തമ്മിലുള്ള ആ ഒരു മാറ്റം മനസ്സിലായത്. അത് ഭയങ്കര തിരിച്ചറിവായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 18+ പോയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇങ്ങനെയാണ് സിനിമ. അപ്പോൾ നമ്മൾ കുറച്ച് അക്സെപ്റ്റ് ചെയ്ത്, പിന്നെ സിനിമയുടെ റീച്ച് എന്താണെന്ന് മനസ്സിലായി. സിനിമയുടെ കിക്ക്, ശരിക്കും എനിക്ക് സിനിമയുടെ കിക്ക് കിട്ടിയത് ഗുരുവായൂർ അമ്പലനടയിൽ കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ ജോയിൻ ചെയ്യണം മുന്നേ വരെ ഞാൻ IPL വർക്ക് ചെയ്യണം, രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് അവിടെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഗുരുവായൂർ അമ്പലനടയിൽ ഷൂട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. IPL മിസ്സായല്ലോ. കാരണം അതായിരുന്നു എൻ്റെ വിഷമം. അവിടെ സിനിമയായിട്ട് നമ്മൾ ഒരു പൃഥ്വിരാജ് പ്രൊഡക്ഷനിലൊരു സിനിമയിൽ അഭിനയിക്കണേക്കാൾ എനിക്കിഷ്ടം അതായിരുന്നു. ഞാൻ ചെയ്യണ റീൽസ്, പ്ലേയേഴ്സിനെ കൊണ്ട് അവിടെ രാജസ്ഥാൻ റോയൽസിലെ പ്ലേയേഴ്സിനെ കൊണ്ട് രോമാഞ്ചത്തിൽ ഈ സാധനം ചെയ്യിപ്പിക്കുന്നതായിരുന്നു എൻ്റെ പണി അവിടെ. അപ്പോൾ അതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഫണ്ട്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് സിനിമയിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. IPL മിസ്സായി. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴാണ് സിനിമ എന്താണ്, സിനിമയുടെ ഒരു വൈബ് എന്താണ് എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ എനിക്ക് സിനിമ പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ വാഴ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര, ഇപ്പോൾ സിനിമയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ആ ഒരു ഇതാണ് മെയിനായിട്ട്. ടൈം കൺസ്യൂമിങ്ങും അതിലിടുന്ന എഫേർട്ടുമാണ് നമുക്ക് റീലും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തത്. എൻ്റെ കാര്യം. നിനക്കോ? അല്ല, ഇത് തന്നെ നമ്മുടെ സ്വന്തം വീഡിയോ നമ്മൾ തന്നെ എടുക്കുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ഡയറക്ടർ, നമ്മൾ തന്നെയാണ് നമ്മൾ പ്രൊഡ്യൂസർ. അപ്പോൾ നമുക്ക് അവിടെ തീരുമാനിക്കാം, എവിടെ കട്ട് പറയണം, ഏത് എക്സ്പ്രഷൻ ഇടണം, ഏത് നമുക്കിനെ തീരുമാനിക്കാം. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ സിനിമേൻ്റെ ആകെ ഒരു കാര്യം അറിയണ്ടായിരുന്നുള്ളൂ, കുറച്ചുകൂടെ വലിയ ക്യാമറ ആയിരിക്കുമെന്ന് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ഈ ലൈറ്റിങ്ങിൻ്റെ പരിപാടി, പിന്നെ കണ്ടിന്യൂറ്റി, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആദ്യം ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല ടിക്കി ടാക്കിലൊക്കെ പോകുമ്പോൾ. അവിടെ ഒരു 7-8 ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ മൊത്തത്തിൽ ആ സമയം സിനിമ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഇവരിങ്ങനെ ഷോട്ട് വെക്കണതും ലൈറ്റ് സെറ്റ് ചെയ്യണതും വേറെ ആംഗിളിൽ നിന്ന്, അതെ, ലൈറ്റ് സെറ്റ് ചെയ്യണ ടൈമും എല്ലാം വേറെ ആംഗിളിൽ നിന്ന് എടുക്കണതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് നോക്കിയിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 18+ പോയപ്പോൾ കുറച്ചും കൂടെ മനസ്സിലായി. പിന്നെ വാഴ ചെയ്തപ്പോൾ കുറച്ചും കൂടെ മനസ്സിലായി. അപ്പോൾ നമ്മുടെ റീലിൽ നിന്ന് സിനിമയിലേക്കുള്ള ആ ഒരു പറയുമ്പോൾ റിയൽ ആ ഒരു മറ്റേ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ അത് നല്ല ഡിഫറൻസ് ഉണ്ട്. അതെ, അത്രയാണ് പറയാനുള്ളത്. ടിക്കി ടാക്കിൽ നമ്മളിങ്ങനെ ഇവർ ലൈറ്റ് സെറ്റ് ചെയ്യണ കാണുമ്പോൾ പറയും ഇവരെന്ത് ഓവറാണ്, എന്തിന് ഇത്ര ലൈറ്റൊക്കെ, സമയം കളയുന്നു പറഞ്ഞ് ഈ സമയം കൊണ്ട് ഷൂട്ട് ചെയ്തോളൂ. അങ്ങനെയായിരുന്നു ഞങ്ങളിങ്ങനെ അവിടെ ഒരു ഗ്യാരേജിലായിരുന്നു ഷൂട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ 1 മണിക്കൂർ. അപ്പോൾ നമ്മളിങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തിന് എഡിറ്റിങ്ങിൽ പിടിച്ചാൽ പോരെ, എന്തിന് ഇത്രയും ലൈറ്റിൽ ഇത്രയും കിടന്ന് ഇതാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ. പിന്നെയാണ് സിനിമ എന്താ പറഞ്ഞപ്പോഴാണ്, ലൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് വേറൊരു ലോകമാണ്.
അഖില, ഈ സിനിമയെ പറ്റി പറയുന്ന ആളുകൾ പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ് ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച്. ഷൂട്ടിംഗ് ഈസ് ഹാഫ് വെയിറ്റിംഗ് എന്ന്. നമ്മൾ പകുതി നേരവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഈ ഷൂട്ടിംഗ് എന്താണ്, അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എന്താ, റീല് പോലെയല്ല എന്നുള്ളത് മനസ്സിലായ മൊമെൻ്റ് ഏത് സമയം തൊട്ടാണ്? ഞങ്ങൾ റീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡും കൂടെ. ഇപ്പോൾ എൻ്റെ പോർഷൻസ് പുള്ളി ഷൂട്ട് ചെയ്യും, പുള്ളിയുടെ പോർഷൻസ് ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പോൾ ക്യാമറ അങ്ങോട്ട് തിരിക്കുക, ക്യാമറ ഇങ്ങോട്ട് തിരിക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ റീൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യും, ഞങ്ങൾ തന്നെ പോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ അനുരാഗിലോട്ട് എത്തണ സമയത്ത്, അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിലോട്ട് എത്തണ സമയത്താണ് എനിക്ക് മനസ്സിലാവണത് ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കണം, കട്ട് പറയുമ്പോൾ നിർത്തണം എന്നൊക്കെ പഠിക്കണത് അപ്പോഴാണ്. അതും കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ സിനിമ പൂവനായിരുന്നു. പൂവനിലോട്ട് എത്തിയപ്പോൾ കുറേ ആൾക്കാർ ഫസ്റ്റ് ഡേ സെറ്റിൽ പോകുമ്പോൾ എന്തിനാണ് ഇത്രയും ആൾക്കാരെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഡയറക്ടർ, ഒരു ക്യാമറമാനുണ്ട്, സിനിമ നടക്കും അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇത് കുറേ ആൾക്കാർ, ലൈക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ ഓരോ ആൾക്കാർ. ഇപ്പോൾ കോസ്റ്റ്യൂമിന് തന്നെ ഒരു 4-5 ആൾക്കാർ, കോസ്റ്റ്യൂം ഹാൻഡിൽ ചെയ്യാൻ, ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഒരു 4-5 ആൾക്കാർ, ഡയറക്ഷൻ ടീം, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഫുഡിൻ്റെ ഏരിയയിൽ വേറെ കുറേ ആൾക്കാർ, പ്രൊഡക്ഷൻ സൈഡിൽ വേറെ കുറേ ആൾക്കാർ. ഇത്രയും ആൾക്കാർ കൂടി നിന്നിട്ടാണ് ഇപ്പോൾ യൂണിറ്റിലുള്ള ചേട്ടന്മാരൊക്കെ കഷ്ടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ വിഷമം തോന്നാറാണ്. എത്രയും ബുദ്ധിമുട്ട്. ഒരു ലൈറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇവർ ഒരു സീൻ, ഒരു കുഞ്ഞ് സീനായിരിക്കും, ഒരു 1-2 ഡയലോഗുള്ള സീനായിരിക്കും, പക്ഷേ ലൈറ്റ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്നൊക്കെ പറയണത് 1-1.5-2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കും, ഇവരുടെ ബുദ്ധിമുട്ടാണ്. ഇത് കഴിഞ്ഞ് ഓക്കെ അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഓക്കെ ഇവരിതൊക്കെ മൊത്തം അഴിക്കാനെടുക്കുന്ന ടൈം വേറെ, പിന്നെ വീണ്ടും ഒരു സീൻ ഷൂട്ട് ചെയ്യണം, വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന തിയേറ്ററിൽ കാണുന്ന ഒരു 2-2.5 മണിക്കൂർ സിനിമ ഷൂട്ട് ചെയ്യണതെന്ന് അറിയുമ്പോൾ അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം നമ്മളിങ്ങനെ ഒരു സിനിമ ചുമ്മാ കണ്ടിട്ട് ഈ തല്ലിപ്പൊളി സിനിമ എന്ത് കൊള്ളൂല ഇതൊക്കെ നമ്മളിങ്ങനെ പറയും, അത്രയും സിമ്പിളായിട്ട് പറയും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇത്രയും ആൾക്കാരുടെ അധ്വാനം, ഇത്രയും ആൾക്കാരുടെ എഫേർട്ട് എന്നൊക്കെ പറയണത് വളരെ വലിയൊരു കാര്യമാണ്. അതെനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമയിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം. അതിനുശേഷം ഞാൻ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാവരോടും ഭയങ്കര റെസ്പെക്റ്റൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. അദ്രിയിൽ നിന്ന് എന്താണ് സിനിമാക്കാർ പ്രതീക്ഷിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദ്യം കഴിഞ്ഞിട്ടില്ല, തരാം. ഈ ഇപ്പോൾ സാഫ് ബോയിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞ തമാശ ഉണ്ടാക്കുന്ന കണ്ടൻറ്റാണ് ചെയ്തെങ്കിൽ പോലും ഇപ്പോൾ വാഴയിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമോഷണൽ സീൻ സാഫ് ബോയ് പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്രിയുടെ റീൽസിലെല്ലാ ഇമോഷൻസും ഉണ്ടായിരുന്നു. അതിൽ എന്താ പറയുക, ഹൊറർ എലമെൻസ് ഉള്ള റീൽസ് ഉണ്ടായിരുന്നു, ഇമോഷണൽ കണ്ടൻറ് ഉണ്ടായിരുന്നു, തമാശ ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ശരിക്കും സിനിമാക്കാർ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പണ്ടൊരു കൊമേഡിയൻ ഒരു സെറ്റിലേക്ക് വരുന്ന സമയത്ത് ആ കൊമേഡിയനോട് പോയി പറയുമായിരുന്നു സീൻ പൊലിപ്പിച്ചേക്കണേ, ഇതേ നമ്മുടെ മെറ്റീരിയൽ ഉള്ളൂ, ഒന്ന് പൊലിപ്പിച്ചേക്കണേ എന്ന് പറയുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് നമ്മളിന്ന് ചിരിക്കുന്ന സലീം കുമാറിൻ്റെയും അല്ലെങ്കിൽ ഹരിശേഷൻ്റെ ഒക്കെ തമാശകൾ അവരുടെ ഓൺ സൃഷ്ടികൾ കൂടിയാണ് ഒരു പരിധി വരെ. അപ്പോൾ അതിരിയിൽ നിന്ന് ഇപ്പോൾ ആളുകൾ എന്താ പ്രതീക്ഷിക്കുന്നത്, അതിലുദ്ദേശിക്കുന്നത് തന്നെയാണോ അവർ ആഗ്രഹിക്കുന്നത്? എന്താണ് അവരോടൊക്കെ നല്ല ചോദ്യം എന്നോട് ഇങ്ങനത്തെ, അതായത് അതെങ്ങനെയാണോ ഞാനത് പ്രോസസ്സ് ചെയ്യുക? ഞാൻ കുറച്ചു നേരം അവിടെ പോയിരിക്കാം, എന്നിട്ട് ഞാൻ അവരെന്താ പ്രതീക്ഷിക്കുന്നത് ഞാൻ എങ്ങനെയാടാ പറയുക? അപ്പം ബേസിക്കലി ഈ റീലിൽ പല പല സാധനങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു രീതിയിൽ പോസിറ്റീവ്, ഒരു രീതിയിൽ നെഗറ്റീവാണ്. പോസിറ്റീവ് ഇൻ ദ സെൻസ്, എൻ്റെ ഫസ്റ്റ് ഷോട്ട് തല്ലുമാലയിൽ എന്ന് പറയുന്നത് ഓട്ടോയിൽ നിന്ന് ഓട്ടോ ഇടിച്ച് മറഞ്ഞിട്ട് ഓട്ടോയിൽ നിന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് വരുന്ന സീനാണ്. ഷൂട്ട് കാണാൻ ഒരു 300 പേര് ബീച്ചിന് ചുറ്റും നിൽപ്പുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു 150 പേര്, ക്രൂവിലുള്ളൊരു 120 പേര്. എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഞാനിങ്ങനെ ഒരു അണ്ടർവെയർ ഇട്ടിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ വരുന്നത്. അത് ചെയ്യാൻ എനിക്ക് ധൈര്യം ഉണ്ടായി എന്ന് പറയുന്നത് റീല് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഞാനുണ്ടല്ലോ, റീല് ചെയ്ത് അത് ഞാൻ ചെയ്യില്ല. റീല് ചെയ്ത് തന്നെയാണ് നമുക്കത് ചെയ്യാനുള്ളൊരു ധൈര്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായത്. അങ്ങനത്തെ സാധനങ്ങളിൽ ഒരുപാട് പേര് വന്നിട്ട് എന്നോട് ബ്രോ ടെൻഷനൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഓക്കെയാണ്. എൻ്റെ വറി എപ്പോഴും എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമുക്കറിയില്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്, നമുക്ക് വേണ്ടി ഇവരെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? കാരണം ഇവരുടെ എഫേർട്ട്, അതായത് നമ്മൾ 2 ടേക്കൊക്കെ എടുത്തു കഴിഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സെറ്റിലുള്ളവരുടെ മുഖം എന്നൊക്കെ പറഞ്ഞാൽ ആ സാധനം ഇവരുടെ മുഖത്ത് ഭയങ്കര എവിഡൻ്റ് ആവും. അത് മാത്രമായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളത്. ആളുകൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിലപ്പുറമായിട്ട് ഇപ്പോൾ ഖാലിദ് റഹ്മാനൊക്കെ തന്നെ തല്ലുമാലയിലേക്ക് വിളിക്കുമ്പോൾ
അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയത് പുള്ളിക്കാരൻ നമ്മളിൽ ആ ഒരു സാധനം കണ്ടല്ലോ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു ഡയറക്ടർ പുള്ളി ബിൽഡ് ചെയ്തൊരു ക്യാരക്ടറിൽ എന്നെ കണ്ടു എന്ന് പറയുന്നൊരു സാധനം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ റാദർ ദാൻ ദ റിസൾട്ട് ഫ്രം ദ തിയേറ്റർ, ഡയറക്ടർ നമ്മളെ ട്രസ്റ്റ് ചെയ്തു എന്ന് പറയുന്നൊരു സാധനം, അതിന് വേണ്ടിയാണ് ഞാൻ കുറേയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം റീലിൽ ഞാൻ കോണ്ടന്റ് ചെയ്ത് ഞാൻ എന്തും ചെയ്യാം എന്ന് പറയുന്നൊരു സാധനം ഞാൻ 5-10 റീലിൽ നമ്മളത് പ്രൂവ് ചെയ്യും. പിന്നീട് നമുക്ക് ഈ വാലിഡേഷൻ നമുക്ക് പുറത്തുനിന്ന് ആവശ്യമുണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഞാൻ ഇത് മാത്രമല്ല എന്ന് എന്നെയും എനിക്ക് ആക്കേണ്ടതുണ്ട്. ഇപ്പോൾ റീലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ, ഇപ്പം ഞാൻ കുഴിമന്തിയുടെ ഒരു വീഡിയോയിലേക്ക് ഞാൻ ഇങ്ങനെ എന്നൊക്കെ അങ്ങനത്തെ ശബ്ദമൊക്കെ കേൾപ്പിച്ച് ചുണ്ടൊക്കെ ഭയങ്കര സ്പീഡിന് ചെയ്യുന്നത് എൻ്റെ ഡെലിവറി സ്റ്റൈലല്ല. കാരണം അത് 30 സെക്കൻഡിൽ എനിക്ക് പറഞ്ഞു തീർക്കണം ആ ഹ്യൂമർ. മനസ്സിലായോ? 30 സെക്കൻഡിൽ എനിക്ക് ആ ഹ്യൂമർ പറഞ്ഞു തീർക്കണം. അപ്പോൾ 30 സെക്കൻഡ് എനിക്ക് റീല് തരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം മഴയില്ലാത്ത ദിവസം ഞാനത് ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ച് പിറ്റേ ദിവസം രാവിലെ മഴ പെയ്തപ്പോൾ അത് പിന്നെയും ഷൂട്ട് ചെയ്ത് അതെൻ്റെ അനിയൻ വീടിൻ്റെ പോർച്ചിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഡയലോഗൊന്നും കേൾക്കാനുള്ള മഴയുടെ ശബ്ദം. പിന്നെ ബാത്റൂമിൽ പോയി നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, വെള്ളം തറയിൽ കെട്ടി നിർത്തി അതിനകത്തേക്ക് വെള്ളം വീടിക്കുന്ന സൗണ്ട് എഫക്റ്റ് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലിപ്പ് പരിപാടി പിടിച്ച് പിന്നെ ഡബ് ചെയ്തിട്ടൊക്കെയാണ് ആ സാധനം പുറത്തേക്ക് വരുന്നത്. ബാഹുബലി, അത് അക്സെപ്റ്റ് ചെയ്യൂ. അതൊരു ബാഹുബലി, എന്നെ സംബന്ധിച്ച് അതൊരു ബാഹുബലി തന്നെയാണ്. അതിനെല്ലാത്തിലും ഞാൻ അല്ല അത് ഹർഷാരോപത്തിൻ്റെ കാര്യമല്ല. അപ്പം താങ്ക് യു ബൈ ദ വേ. പക്ഷേ അത്രയും എഫേർട്ട് ഇട്ടിട്ട് നമ്മളത് ചെയ്യുന്നത് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ബേസിക്കലി വേറെ കാര്യം വേറെ ചെയ്യാനില്ല. പിന്നെ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് അത് ചെയ്യുന്നത്. ഒരു 30 സെക്കൻഡിൽ നിങ്ങൾക്കൊന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തൊരു കുറവ് ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ആ എഡിറ്റ് ഒന്നുകൂടെ ശരിയാക്കണം. അങ്ങനെയാണ് നമ്മൾ ആ 30 സെക്കൻഡിനെ നമ്മൾ ഇട്ടിട്ടുള്ളത്. അത്ര ഇടാൻ പാകത്തിനൊക്കെ ഉണ്ടോ നമ്മൾ എന്ന് പറയുന്നത് പുറത്തുനിന്ന് നമുക്ക് അപ്രൂവൽ ആവശ്യമുണ്ട്. ഈ പറയുന്ന ഒരു കാര്യം വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, എന്നെ റീസെൻ്റ്ലി ബോദർ ചെയ്യുന്നൊരു കാര്യം, നമ്മളൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ടീമോ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഈസ് ഇറ്റ് മൈ ഫെയിം ഓർ മൈ ടാലൻറ്റ്? സോ അതൊരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ചോദ്യമാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഫോളോവേഴ്സിൻ്റെ എണ്ണമാണോ എൻ്റെ ടാലൻ്റ് ആണോ അവരെന്നെ വിളിക്കാൻ കാരണം എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഓക്കെ മറ്റേ പോസ്റ്റർ മറ്റൊന്ന് ഷെയർ ചെയ്യണേ, അതവർ ഷെയർ ചെയ്യാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാനത് ഷെയർ ചെയ്യും എന്ന് പറയുന്ന പോലത്തെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഐ വിൽ ബിക്കം ഡൗട്ട്ഫുൾ. വൈ ആം ഐ ഹിയർ? നമ്മളൊരു 45 ദിവസം നമ്മളിവിടെ നിന്നിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. വൈ ആം ഐ ഹിയർ എന്ന് പറയുന്നൊരു ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എനിക്ക് സാഫുവിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, അഖിലയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടാത്ത, ഒരു ഭയങ്കര ബ്രേക്ക് ഈവൻ കിട്ടാത്ത ഒരു ക്രിയേറ്ററാണ് ഞാൻ. മനസ്സിലായോ? അതായത് ഇയാൾക്കൊരു ബ്രേക്ക് ഈവൻ കിട്ടി, ഇയാൾ സിനിമയിൽ നേരെ അത് കിട്ടാത്ത ഒരാളാണ് ഞാൻ. അത് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇത്രയും ചിന്തിച്ച് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ വിത്ത് ദ സ്റ്റീരിയോ ടൈപ്സ്. അറ്റ്ലീസ്റ്റ് ഐ സ്റ്റാർട്ടഡ് എന്താ പറയുക, അനലൈസിങ് ദ റീൽസ്. മനസ്സിലായോ? ഇപ്പോൾ ഉള്ള ട്രെൻഡുകളെ ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇത് വൈറലായത്, ഇതിൽ വൈറലാവാൻ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന സാധനം, ഇത് സൊസൈറ്റിയിലേക്ക് പുട്ട് ഔട്ട് ചെയ്യുന്ന സാധനം ഇങ്ങനെയും കൂടെയല്ലേ, ഇത് ഇവർ ചിന്തിക്കുന്നില്ലേ? ഞാൻ ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന, ഞാനൊരു റീല് പോസ്റ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ കമൻസിലേക്ക് ഞാൻ ഒരുപാട് ശ്രദ്ധിക്കില്ല. കാരണം ശ്രദ്ധിക്കാൻ പാകത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ടിനെ ടാഗ് ചെയ്യുന്നു എന്നല്ലാതെ ഒരാൾക്കും ഒരു ഹേറ്റ്രെഡ് ഉണ്ടാക്കുന്ന രീതിയിലോ വേദനിപ്പിക്കുന്ന രീതിയിലോ നമ്മളൊരു കോണ്ടന്റ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നൊരു ധൈര്യം നമുക്കുണ്ടല്ലോ. പക്ഷേ ഇന്നത്തെ കോണ്ടന്റുകളുടെ ചുമ്മാ നമ്മളൊന്ന് കമൻറ്റ് ബോക്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഒരു പരിപാടി അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതായത് ലൈക്ക് ഇരുന്നിട്ട് വൻ ചർച്ച, വൻ പരിപാടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലർ അതിന് വേണ്ടിയിട്ട് കോണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. ഒരാളൊരു കോണ്ടന്റ് ചെയ്യുന്നു, കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നു, അതിനകത്തൊരു 15 വയസ്സുകാരൻ ഒരു 25 വയസ്സുകാരനെ പറഞ്ഞു തോൽപ്പിക്കുന്നു. അതിനൊരു 22 വയസ്സുകാരനൊരു കോണ്ടന്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു സ്റ്റേജായിട്ടും മാറുന്നുണ്ട്. ഒരു സ്റ്റേജിൻ്റെ ഉള്ളിലൊരു സ്റ്റേജ്, ആ ലെവലിൽ വരെ പോകുന്നുണ്ട്. സോ ഒറ്റ കാര്യത്തിലാണ് വറീഡ്, ഈസ് ദ ക്രിയേറ്റേഴ്സ്. പിന്നെ ഇപ്പോൾ ക്രിയേറ്റേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലല്ല, എല്ലാവരും ക്രിയേറ്റേഴ്സാണ്.
എവറിബഡി ഈസ് ക്രിയേറ്റേഴ്സ്, വിച്ച് ഈസ് എ ഗുഡ് തിങ് ഓൺ വൺ സൈഡ്. പക്ഷേ ഈ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം എന്താണെന്ന് ക്രിയേറ്റ് ചെയ്ത് വിടുന്നത് വരെ അവർ ചിന്തിക്കുന്നുണ്ടോ? ഞാനങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അപ്ലോഡ് ചെയ്തതിൽ തെറ്റുണ്ട്. അത് അയാൾക്ക് ആ സാധനത്തിൽ കൺട്രോൾ ഇല്ലാത്ത മൊമെൻറ്റിലാണ് അത് ചിന്തിക്കുന്നത്. അപ്പോൾ അതുവരെ അത് ചിന്തിക്കാറുണ്ടോ എന്നുള്ളതുണ്ട്. സോ എനിക്കെന്താണ് വേണ്ടതെന്ന് ഞാനിപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഞാനിപ്പോൾ എങ്ങനെയാണോ പറയുക. ദാറ്റ്സ് ഇറ്റ്. യെസ്. ഈ റെസ്പോൺസിബിളായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. പല കോണ്ടന്റും നമുക്കറിയാം, അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒരു ചോദ്യോത്തരവേളയും ഒരു എന്താ പറയുക ടാലൻറ്റ് ഓവർലിയും എന്നുള്ള കമൻറ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ആളുകൾ പലരും അങ്ങനത്തെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ കോണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ എത്രമാത്രം ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒഫെൻസീവ് ആവട്ടെ, അങ്ങനെ കണ്ടന്റ് റീച്ച് ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോണ്ടന്റ് എത്ര റെസ്പോൺസിബിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? സാഫ് പോയി. ഞങ്ങളെ ഓഡിയൻസിനെ കുറിച്ച് നമുക്കൊരു ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോസ് യൂട്യൂബിൽ അധികം കണ്ടുകൊണ്ടിരുന്നത് ഒരു ഉമ്മമാർ അല്ലെങ്കിൽ ആ ഏജ് കാറ്റഗറി ഒരു 40+ ആൾക്കാരും പിന്നെ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ ഞങ്ങൾ ചെയ്യണ എല്ലാ വീഡിയോസും നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണത്. നമ്മൾ എന്തൊക്കെ വേർഡ് യൂസ് ചെയ്യണം യൂസ് ചെയ്യരുത് എന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആളുകൾക്കത് കാണുമ്പോൾ അയ്യേ ഇവരെന്തെങ്ങനെ പറയണം, ഇനി ഇവരെ വീഡിയോ കാണണ്ട, കുട്ടികളൊക്കെ കാണുന്നതല്ലേ, അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അത് ഒരു പരിധിവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ വന്ന സമയത്ത് നമ്മൾ ഒഫെൻസീവ് അല്ല, പക്ഷേ നമ്മൾ ഓരോ ആശയങ്ങളുണ്ടല്ലോ അത് കറക്റ്റ് എത്തിക്കണം എന്നുള്ളൊരു ഇതിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ വേറെ മോശം വേർഡ്സ് അല്ല, പക്ഷെ പല പൊളിറ്റിക്സും നമ്മുടെ ആളുകൾക്ക് ഇത് ഇങ്ങനെ കിട്ടണം എന്നുള്ള രീതിയിൽ പലതും ചെയ്തിട്ടുണ്ട്. അവിടെ ഒഫെൻസീവ് ആണോ അല്ലേ അറിയില്ല. ഐ മീൻ ബാഡ് വേർഡ്സ് കാര്യങ്ങളല്ല പറയണം, പല ആശയങ്ങൾ, ചില നമ്മളെ ഐഡിയോളജീസ് ഇങ്ങനെയാണ് എന്നുള്ളത് ചില വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്, കുറച്ചുകൂടി ഡീറ്റെയിൽ. അതായത് യൂട്യൂബിലൊക്കെ ഫിൽറ്റർ ചെയ്യാറുണ്ട്. നമ്മൾ ഓഡിയൻസിനെ കുറിച്ച് നമുക്കറിയാം, ചെറിയ കുട്ടികളുമാണ് ഉമ്മമാരുമാണ് അധികം കാണുന്നത് എനിക്കറിയാം. കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ തിരിച്ചറിയണത്. സിനിമയുടെ മുന്നത്തെ കാര്യമായിട്ടാണ് ഞാൻ പറയണത്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുകൂടെ എന്താ പറയുക യങ് ജനറേഷനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ചില ഐഡിയോളജീസ് ഉണ്ടാവുമല്ലോ. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ അത് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആളുകൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു കാര്യം. അതെനിക്ക് മനസ്സിലായി. ഈ തന്ത വൈബ് എന്നുള്ള കോയിനേജ് കണ്ടുപിടിക്കാൻ എത്ര സമയം എടുത്തു? ആ തന്ത വൈബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി എനിക്ക് തന്ത വൈബ് എന്നുള്ള വേർഡ് ഉണ്ടാക്കിയതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് അദ്രീൻ്റെ പാട്ടാണ്. അദ്രിക്ക് അറിയില്ലായിരുന്നു തോന്നണല്ലേ? അദ്രിക്ക് അറിയില്ലായിരുന്നു അത്. ഇവൻ പടത്തിൻ്റെ ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഇവനിൽ നിന്ന് ഉത്ഭവിച്ച വാക്കാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ വേർഡ് വന്നു തുടങ്ങി, തന്ത വൈബ്, ഇത് തന്ത വൈബ് കോണ്ടന്റ്, എന്നാൽ പിന്നെ അത് വെച്ചൊരു പാട്ടുണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചുണ്ടാക്കിയപ്പോൾ അത് വയറിൽ. പക്ഷെ അത് അടിപൊളിയായിരുന്നു. ആ പാട്ട് ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോൾ വരെ ഞങ്ങളത് കാറിൽ ആ പാട്ടിട്ടായിരുന്നു. അതെ, അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ അവസാനത്തെ വരിയാണ്, കുന്തളിച്ച കാലമൊക്കെ അന്തരിച്ച് ഇപ്പം നെഞ്ച് വെഞ്ചരിച്ച പാത നോക്കി സഞ്ചരിച്ച് ഞാൻ തനിച്ച് വേദനിച്ച നേരം എൻ്റെ അപ്പൻ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച്, അപ്പപ്പുരിയല ഇപ്പപ്പുരിയത്, അപ്പം പറഞ്ഞത് ഇപ്പ പൊരിഞ്ചത്, ഇന്ത വൈബ് തന്ത വൈബ് നല്ല വൈബ് എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാനത് തീർത്തിട്ടുള്ളത്. അതത് അടിപൊളി ട്രിബ്യൂട്ടായിരുന്നു നമ്മൾ ആ ഒരു വേർഡിന്. ശരിക്കും ആ വേർഡ് നമ്മൾ രണ്ടുപേരും ഇരുന്ന് കുത്തിയിരുന്ന് ക്രിയേറ്റ് ചെയ്ത വേർഡല്ല. നമ്മുടെ കസിൻസ് എല്ലാവരും ദുബായ് അവിടെ ആ ഒരു ഏരിയയിലാണ്, അധികം GCCയിലാണ്. നാട്ടിലുള്ള ആൾക്കാരെ കൂടുതൽ നമ്മൾ ഫാമിലി പുറത്താണ്. അപ്പോൾ അവർ ഒരു 20 ദിവസം 10 ദിവസം ഗ്യാപ്പിന് നാട്ടിൽ വരുന്ന സമയത്ത് വരുന്ന ദിവസം തൊട്ട് ടെൻഷനായിരിക്കും പോകാനുള്ള ദിവസം ആലോചിച്ചിട്ട്. അപ്പോൾ എങ്ങനെ ഈ ഒരു 20 ദിവസം മാക്സിമം നാട്ടിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുമ്പോൾ ഇവർ കുറേ കാലത്തിന് ശേഷം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും, ആ ട്രിപ്പ് പോകാം അവിടെ പോകാമെന്നൊക്കെ പറയുമ്പോൾ ഇവർ വയ്യ നമുക്ക് സമയം പോവും വീട്ടിൽ തന്നെ ഇരിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കളിയാക്കാറാണ്, അയ്യേ തന്തകളെ പോലെ ആയല്ലോ, ഇവിടെ ദുബായ് പോകുമ്പോൾ ഇങ്ങനെ അല്ലോ, തന്തയല്ലോ, തന്ത വൈബായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലിയിൽ കളിയാക്കിക്കൊണ്ടിരുന്നൊരു വേർഡ് ഒരു പ്രാവശ്യം നമ്മൾ വാഴയുടെ ഷൂട്ടിൽ നമ്മൾ +2 ആക്കാൻ വേണ്ടി എല്ലാവരെയും ക്ലീൻ ഷേവ് അടുപ്പിച്ചപ്പോൾ ഭയങ്കര വൃത്തിയായിട്ട്, ടു ബി ഓണസ്റ്റ് ഭയങ്കര മറ്റേ ഷൊണ്ണ ലുക്ക്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം ആ ലുക്ക് വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും അത് കുറച്ച് കിളിച്ച് വരാൻ സമയം എടുക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ തന്ത വൈബ് പോകാൻ വേണ്ടിയിട്ട് കൊറിയൻ ലുക്ക് കിട്ടാൻ വേണ്ടി ക്ലീൻ ഷേവ് അടിച്ചാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തന്ത വൈബ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തത്. അതിപ്പോൾ ഇതേ അദ്രിയുടെ പാട്ട് വരെയല്ല, മൂസിക അടുത്ത പടം ടോവിനോയുടെ പടം അത് അനൗൺസ് ചെയ്ത് തന്ത വൈബ് എന്ന് വെച്ചിട്ട് വളരെ സന്തോഷം. നമ്മളെ വീട്ടിൽ നിന്ന് അതെ തന്ത വൈബ് ഹൈബ്രിഡ്
നമ്മൾ വീട്ടിൽ കാഷ്വലി നമ്മൾ ബ്രദേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചൊരു ചെറിയൊരു വേർഡ്, ഇപ്പോൾ ഒരു സിനിമയാകുമ്പോഴാണ് കേരളം മൊത്തം അത് കുറച്ചുകൂടെ റീച്ച് ആകാൻ പോകണമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. തന്തവൈബിൻ്റെ കോപ്പിറൈറ്റ് കാര്യങ്ങൾ എന്താ മൂസിക ചോദിച്ചിരുന്നു എന്നോടല്ല ഇവനോട്. അല്ല, അത് നാട്ടിൽ നിന്ന് ഞങ്ങളൊരു കഫേയിൽ നിന്ന് കണ്ടപ്പോൾ ചോദിച്ചതാണ്. ഞാനപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാന്നൊക്കെ പറഞ്ഞു, പക്ഷെ പിന്നെ പറഞ്ഞത് വേണ്ടായിരുന്നു പറയാൻ. അല്ല അങ്ങനെയല്ല, അയ്യോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ പേരിട്ടോളാന്ന് പറയും, അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും സന്തോഷമുണ്ട്. കാരണം തന്തവൈബ് ഞങ്ങളുടെ കൂട്ടത്തിൽ മാത്രം പറയുന്ന ഒരു വാക്കായിരുന്നു. ഇപ്പം മൊത്തത്തിൽ എല്ലാ ജനറേഷനെയും ഒരു ജനറേഷൻ ഗ്യാപ്പ് വെച്ച് സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയായിട്ട് തന്തവൈബ് മാറി. എന്തായാലും സന്തോഷം. അഖിലയോടുള്ള ചോദ്യം കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിലേക്ക് മാറുകയാണ്. അഖില ഭാഗമായിട്ടുള്ളൊരു സിനിമയുടെ 2ാം ഭാഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ അത് പ്രേമലു 2 ആണ്. സി നോ വൺ കെയർസ് എന്നുള്ള ഡയലോഗ് വെച്ചിട്ട് ഇവിടെ മാത്രമല്ല തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും വരെ ടീഷർട്ട്സ് ഇറങ്ങിയ സമയമാണ്. പ്രേമലു 2 എപ്പോൾ ഇറങ്ങും? പ്രേമലു ലൈഫിൽ തന്നിട്ടുള്ള ഒരു പുഷ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി കൂടി ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഓഡിയൻസിലേക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നിവിടെ ഇരിക്കാൻ, അതായത് എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ഉള്ള ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു പ്രേമലു അതുപോലെ സൂക്ഷ്മദർശിനിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്നെ ആൾക്കാർ തിരിച്ചറിയാനും അതായത് ആൾക്കാരിലോട്ട് എന്നെ എത്തിച്ചതും പ്രേമലു ആണ്. ഗിരീഷേട്ടൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതായത് ഞാൻ തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ ശരണൊക്കെ കണ്ട് ഭയങ്കര ഫാനായിട്ടുള്ള ഒരാളായിരുന്നു ഗിരീഷേട്ടൻ്റെ. നേരത്തെ അറിയായിരുന്നു, അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്സിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു ഗിരീഷേട്ടൻ. അതുപോലെ നമ്മുടെ പൂവൻ എന്ന് പറഞ്ഞ പടത്തിൽ ഗിരീഷേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയെങ്കിലും ഗിരീഷേട്ടൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രേമലുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു വൈബും ഞങ്ങളുടെ ഒരു കണക്ഷനും ഞങ്ങളെല്ലാവരും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, സ്നേഹം, ഇതൊക്കെ അതിൻ്റെ വിജയത്തിൽ ഭയങ്കര ഒരു ഭാഗമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രേമലു 2 വരുന്നുണ്ട്. ഷൂട്ടിംഗ് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ വർഷം അവസാനം റിലീസ് ചെയ്യുമെന്നാണ് പറയണത്. അതിനാണ് ഞങ്ങളും വെയിറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ ഇനി ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാനുള്ള ഒരു സമയമാണ്. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ആദ്രി ബ്രോ പ്ലാൻ ചെയ്ത സിനിമയിലോട്ട് വന്നതാണ്. ബാക്കി എല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിലോട്ട് റീൽ വഴി വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആസ്പിറേഷൻസ് ഇനി ഫീൽഡിൽ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് മാർക്ക് ചെയ്യാനായിട്ട് എന്താണ് നിങ്ങളുടെ ആസ്പിറേഷൻസ് എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ചെറിയ വാക്കിൽ. അത് ഈ പ്ലാൻ ചെയ്തു എന്ന് പറയുന്നതിൽ നമ്മൾ മാക്സിമം ചെയ്യുക, അവർ വിളിക്കട്ടെ എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഓക്കെ ഖാലിദ് റഹ്മാൻ ഈ സിനിമയിൽ നിന്ന് എന്നെ വിളിക്കണം അതിന് വേണ്ടിയിട്ടല്ല. നമ്മളെ കൊണ്ട് നമ്മുടെ ബെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്, ഫെയിം ഓർ ടാലൻറ്റ്. അത് നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ ഇപ്പോൾ അത് മനസ്സിലാവും. ഈസ് ഇറ്റ് ദ ഫെയിം ഓർ ദ ടാലൻറ്റ് ദാറ്റ് ദേ ഡിമാൻഡ് എന്നുള്ളത്. അതിനനുസരിച്ച് ആക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി. പിന്നെ എനിക്ക് എൻ്റേതായ രീതിയിൽ ഇനിയും സോഷ്യൽ മീഡിയയിൽ ഒരു പരിപാടികൾ എന്തെങ്കിലും പിടിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. എഴുത്തിനോട് ഇപ്പോൾ ഭയങ്കര ഒരു ക്രേസ്, നല്ല സുഖം. അതായത് എഴുത്ത് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഈ വളരെ അടുത്താണ്. അത് ഭയങ്കര ഒരു റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക് അടച്ചിരുന്നൊരു റൂമിൽ ഇങ്ങനെ പേന കൊണ്ട് എഴുതിയിട്ട് മോനെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനത് വായിച്ചിട്ട് ഞാൻ തന്നെ ആരടാ നീ, ആ സാധനം നമുക്ക് തന്നെ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒരു വെള്ള പേപ്പറിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതും എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു. നിങ്ങളുടെ ആസ്പിറേഷൻസ്? ഇതിപ്പോൾ ഞാൻ സിനിമയിലോട്ട് എത്തിയത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. അപ്പം എത്തിക്കഴിഞ്ഞിട്ടാണ് സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങിയതും. ഇനിയിപ്പോൾ എനിക്ക് സിനിമ സെലക്ട് ചെയ്യാനുള്ള ഒരു തരത്തിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വന്ന സിനിമകളൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും വരുന്ന സിനിമകൾ ചെയ്യുക, നല്ല നല്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുക, കൂടത്തിൽ തന്നെ വായന എന്നുള്ളൊരു സംഭവം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. അതായത് വായന ഞാൻ കുറച്ച് നാളായിട്ട് വായിക്കാറുണ്ട്. ആ വായന എന്നെ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയും സാഹിത്യവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ള രീതിയിലും ഒരു കഥാപാത്രത്തിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലും ഒരു കഥ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇമോഷൻസ് അതെങ്ങനെ ഉൾക്കൊള്ളണം എന്നൊക്കെയുള്ള പല തരത്തിലും എന്നെ വായന ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിക്കുക, വരുന്ന സിനിമകൾ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്തൊന്നും ഇതുവരെ മര്യാദക്ക് നടന്നിട്ടില്ല. ഞാൻ പ്ലാൻ ചെയ്യാത്തതാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലൈഫിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ പോണ പോലെ പോവാ, ഒരു പ്ലാനും ഇല്ല. അല്ല, നമ്മളങ്ങനെ ഒരുപാട് പ്ലാൻ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സിനിമക്കാർക്ക് നമ്മളെ വേണമെന്നും കൂടി അറിയണം.
എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഗോ വിത്ത് ദ ഫ്ലോ, ലൈഫ് എങ്ങോട്ട് എത്തണോ അവിടെ എത്തും. റീൽസ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും നിങ്ങളെപ്പോലെ തന്നെ റീലിലേക്ക് എത്താനുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ ഒരു സംസാരം അവർക്ക് കൂടി ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഘടകമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയും നേരത്തിന് ഒരുപാട് നന്ദി. മാതൃഭൂമിക്ക് എൻ്റെ ഔദ്യോഗിക ജീവിതം ഞാൻ ആരംഭിക്കുന്ന മാതൃഭൂമിയിലാണ്. അവിടെ എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചതിൽ, ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതിൽ മാതൃഭൂമിയോടും MBAFL എല്ലാ പ്രവർത്തകരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി, സ്നേഹം, നമസ്കാരം.